ഇടുക്കി പള്ളിവാസലിൽ കാറിൽ അഭ്യാസ പ്രകടനവുമായി യുവതി ശരീരം പുറത്തിട്ട് കാറിന്റെ ഡോറിലിരുന്നാണ് യുവതി യാത്ര ചെയ്തത്. നോർത്ത് പറവൂർ രജിസ്ട്രേഷനിലുള്ള ടാക്സി കാറിലായിരുന്നു അഭ്യാസ പ്രകടനം. വിവരങ്ങളുമായി വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, വീണ്ടും ഇത്തരത്തിലൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? ഹരിത, ഇന്ന് ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നിലവിൽ മൂന്നാറിന്റെ സമീപ പ്രദേശങ്ങൾ മൂന്നാറിലുമെല്ലാം തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന കർശനമായി തുടരുന്നതിനിടെ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സാഹസിക യാത്ര ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ഈ ഉച്ചയ്ക്ക് ഇതുവഴി പോയ ഒരു ടാക്സി വാഹനത്തിലായിരുന്നു ഈ വിനോദസഞ്ചാരി ഇത്തരത്തിൽ ഒരു അഭ്യാസ പ്രകടനം അല്ലെങ്കിൽ ശരീരം പുറത്തിട്ടൊരു യാത്ര നടത്തിയത്. ഈ റോഡിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ നിരവധി വളവുകളുള്ള റോഡാണ് ഈ ചിത്രപുരം ഭാഗം. ചിത്രപുരം രണ്ടാം മൈലിലുള്ള ഭാഗം റോഡിന് വളരെ വീതി കുറവാണ്. ഈ റോഡ് സൈഡിൽ തന്നെ കല്ലുകൊണ്ടുള്ള ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ വാഹനം സൈഡ് കൊടുക്കാൻ ഒരുക്കി കഴിഞ്ഞാൽ തന്നെ ഈ ഫെൻസിംഗിൽ തട്ടി യുവതി അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. അതോടൊപ്പം തന്നെ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ തന്നെയും ഈ ഒരു അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും ഇന്ന് ഉച്ചയോടെ ഉണ്ടായ സംഭവം, എതിരെ വന്നൊരു വാഹനത്തിന്റെ ഒരു ഡ്രൈവറാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി ഇപ്പോൾ ഈ സോഷ്യൽ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മോട്ടോർ വാഹനത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ നിർദ്ദേശാനുസരണം തന്നെ നിലവിൽ നിരവധി വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു പരിശോധന തുടരുന്നതിനിടെ തന്നെയാണ് ഇന്ന് ഇത്തരത്തിലൊരു അഭ്യാസ പ്രകടനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇവരുടെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഈ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇത് നോർത്ത് പറവൂർ രജിസ്ട്രേഷനുള്ള വാഹനത്തിലായിരുന്നു ഈ ഒരു യാത്ര നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മുൻപ് പലതവണ ഈ ഗ്യാപ്പ് റോഡ് അടക്കമുള്ള മാട്ടുപ്പെട്ടി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ഒരു സാഹസിക യാത്ര നടത്തിയതിനെ തുടർന്ന് ഈ വാഹനങ്ങൾക്കെതിരെയും ഈ ഡ്രൈവറിനെതിരെയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പിഴ ഈടാക്കുകയും അതോടൊപ്പം തന്നെ കർശന നടപടിയും സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഹലോ. ശരി, ബിനീഷ് ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.